എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള റെസിപ്പിയാണ് കുമ്പിളപ്പം. ചില സ്ഥലങ്ങളിൽ ഇതിനെ പൂച്ചയപ്പം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ വരട്ടിയ ചക്കയും കൊണ്ട് എങ്ങനെയാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നതാണ് ചെയ്ത് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കുമ്പിളപ്പം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് വരട്ടി വെച്ചിരുന്ന ചക്ക ഇത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നതാണ്. ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. കാരണം ഇത് നമ്മൾ അരിയുടെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ശരിയായിട്ടത് കുഴയ്ക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ഈ ചക്ക വരട്ടി ഒന്ന് ലൂസാക്കി എടുക്കണം ആദ്യം, എന്നിട്ട് വേണം അതിനകത്ത് മാവൊക്കെ ചേർക്കാൻ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് തിളപ്പിക്കണം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാകാൻ തുടങ്ങുന്ന ഉടനെ അല്പം നെയ്യിടാം. ചക്ക വരട്ടിയത് ശർക്കര ചേർത്താണ് എങ്കിൽ നമ്മൾ ശർക്കര ചേർക്കണ്ട. അതല്ല എങ്കിൽ ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ചേർക്കാം. പക്ഷേ ഇത് ഞാൻ ശർക്കര ചേർത്ത് വരട്ടിയതായതുകൊണ്ട് ശർക്കര ചേർക്കാതെ ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണത്. അലിയിച്ചെടുക്കണം, എങ്കിലേ നമുക്ക് അതിനകത്തേക്ക് പിന്നെ മാവ് ചേർക്കാൻ പറ്റത്തുള്ളൂ. സോഫ്റ്റായി വരുന്ന മുറയ്ക്ക് നമുക്കിതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ സ്പൂണോ കൊണ്ടോ ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കണം. ഇത് കുറുകി വരുന്ന ഉടനെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. ചക്ക വഴറ്റിയതെല്ലാം നല്ല ലൂസായിട്ടുണ്ട്. നെയ്യ് ചേർത്ത് നമ്മളങ്ങനെ വഴറ്റി കഴിഞ്ഞാൽ ചട്ടിയുടെ അടിയിൽ പിടിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിന് നല്ല സ്വാദുമായിരിക്കും. ഇതിലൊരല്പം നെയ്യും കൂടെ ചേർക്കാം. അതിലേക്ക് നമുക്ക് ജീരകം ചതച്ചതാണ് ചേർത്തത്. ഓരോന്ന് ചേർക്കുന്നുണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? തീ വളരെ ചെറുതായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 5 ഏലക്ക ഉണ്ട്. അതിൻ്റെ അരി മാത്രം പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. അതല്ലെങ്കിൽ പൊടിയാൻ പ്രയാസമായതുകൊണ്ട് അതും ഇതിനോട് തന്നെ നമുക്ക് ഇളക്കി നന്നായിട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം. ഭംഗിയായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പം വേണ്ട വെള്ളം ഒക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഇതിനകത്ത് തേങ്ങ ചിരണ്ടിയത് അല്ലെങ്കിൽ ചിരകിയത് ചേർക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിത് നെയ്ക്കകത്ത് വറുത്ത തേങ്ങ കൊത്താണ് ചേർക്കുന്നത്. കുമ്പിളപ്പം കഴിക്കുമ്പം അത് കടിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടം പോലെ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ ഈ സമയത്ത് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഗ്രൗണ്ട് നട്ട്സോ പിസ്താഷ്യോസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും ഇതിലൂടെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, എല്ലാം ഒരു ഐഡിയ പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ ഇനി ഞാനൊന്ന് ഓഫ് ചെയ്തിടുകയാണ്. ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. ഒരല്പം തണുത്തതിന് ശേഷം വേണം നമുക്കിതിനകത്തേക്ക് പൊടി ചേർക്കാൻ. പൊടി ഇടുമ്പം ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് തരിതരിപ്പുള്ള പൊടിയാണ് നല്ലത്. അത് പച്ചരിയോ കുത്തരിയോ ആകാം, പക്ഷെങ്കിൽ പുട്ടുപൊടി പോലെ കുറച്ച് തരിതരിപ്പുള്ള പൊടിയാണ് നല്ലത്. ഇനി ഇതല്ല എങ്കിൽ റവ വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്ന അരിപ്പൊടിയാണ്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചേർക്കാതെ കുറേശ്ശെ ബാച്ച് ബൈ ബാച്ചായിട്ട് ചേർത്ത് ഇളക്കുക. അപ്പോൾ ഈ മാവ് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഇലക്കകത്താണ് ഉണ്ടാക്കുന്നത്. ചിലർ വാഴയിലക്കകത്ത് ഉണ്ടാക്കും, പക്ഷെങ്കിൽ വഴണയിലക്കകത്ത് ഉണ്ടാക്കുന്നതാണ് വഴണയിലയുടെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. നേരത്തെ നാട്ടിൽ നിന്ന് കൊണ്ടുവച്ച ഇലയാണിത്. മടക്കുന്ന ഒരു ടെക്നിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു കോണായിട്ട് മടക്കണം. അപ്പോൾ ഇതിൻ്റെ ടിപ്പിലാണ് നമ്മൾ കോൺ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെയാണ് കോൺ നമ്മൾ ചെയ്യേണ്ടത്. ഈ ലോങ് ആയിട്ടുള്ള ഭാഗം ഇതിൻ്റെ ബാക്കിൽ കൂടെ എടുക്കണം. ഇങ്ങനെ എടുക്കരുത്, മറിച്ച് ഇങ്ങനെ എടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ ലോക്ക് ചെയ്യാനാണ്. മനസ്സിലായല്ലോ? ചില ഇല വലിയ ഇല കാണും, പക്ഷെങ്കിൽ എല്ലാത്തിനകത്ത് ഏകദേശം ഒരുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അത് ഒരുപോലെ സൈസിലിരിക്കും. അതിനുശേഷം ഈ ബാക്കിലുള്ള ഈ ഭാഗം കൊണ്ട് നമുക്ക് ഇതിങ്ങനെ ലോക്ക് ചെയ്യാം. അപ്പം പിന്നെ അത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളും. അതാണ് അതിൻ്റെ ഐഡിയ. ഇനിയും അങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ടൂത്ത് പിക്കിൻ്റെ അത് വെച്ചിട്ട് ഇല തമ്മിലങ്ങ് കുത്തിയാലും മതി. ഇലകളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചതാണെങ്കിൽ പോലും കഴുകി തുടച്ചതിന് ശേഷം വേണം എടുക്കാൻ. കാര്യം ഇലയുടെ പുറകിലൊക്കെ ചിലപ്പം ചിലന്തിയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്ത് സ്റ്റീമറിലേക്ക് വയ്ക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റെങ്കിലും ആവി കൊണ്ടെങ്കിലേ ഇത് വേവുള്ളൂ. 20-25 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. അത് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ കുമ്പിളപ്പം റെഡിയാവും. ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതൊന്ന് കുത്തി നോക്കാം നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ തീ ഓഫ് ചെയ്യാം. ചക്കപ്പഴം എപ്പം വേണം എന്നില്ല. ഉള്ള സമയത്ത് ഇതുപോലൊന്ന് അരച്ച് വരട്ടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ഈവൻ ദൂരദേശത്തോട് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്കിഷ്ടമുള്ള സമയത്ത് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.